നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ, ചെങ്കോട്ട സ്ഫോടനം ഒരുപക്ഷെ അതിൻ്റെ NIA അന്വേഷണം ചെന്നെത്തിയത് ഒരുപക്ഷെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളിലേക്കാണ്. ഒക്ടോബറിൽ നൗഗാം പ്രദേശത്ത് കണ്ട ഒരു പോസ്റ്റർ, കമാൻഡർ ഹൻസുല്ല ഭായ് എന്നുള്ളൊരു പോസ്റ്റർ, ഇപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഉള്ള അന്വേഷണം വലിയ രീതിയിൽ വരുന്നു. ഒപ്പം ഈ ഡോക്ടേഴ്സിൻ്റെ മൊബൈൽ ഫോണിൻ്റെ പരിശോധനയിൽ നിരവധി വീഡിയോ ദൃശ്യങ്ങളാണ്. എങ്ങനെയാണ് ബോംബ് ഉണ്ടാക്കുന്നത് എന്നുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു അംഗം തന്നെ കൊടുക്കുന്ന വീഡിയോ അടക്കം ഇപ്പോൾ NIA കണ്ടെത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിൽ നിന്നൊക്കെ വരുന്ന ഓരോ അന്വേഷണത്തിലും വരുന്നതെല്ലാം ഞെട്ടിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ്. വലിയൊരു കണ്ണി തന്നെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്തിനുണ്ട്. 2020 തുടങ്ങിയ ഇവരുടെ ഒരു പ്രവർത്തനം തന്നെ ഇത്രയും വർഷങ്ങൾ നീണ്ടു നിന്ന വലിയൊരു ശൃംഖല തന്നെ ഉണ്ടെന്നാണ് വരുന്ന സൂചനകൾ. കഴിഞ്ഞ ഒരു 5-6 ദിവസമായി രാജ്യത്തെ വിവിധ അന്വേഷണ ഏജൻസികൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് നമ്മെ നടുക്കുന്ന ഭയാനകമായ വെളിപ്പെടുത്തലുകളാണ്. നമ്മൾ ആദ്യം കരുതിയത് ചില ഡോക്ടർമാർ ഒരു ഭീകര മോഡ്യൂൾ എക്കോസിസ്റ്റം വളർത്തിയെടുത്ത് ആ ഭീകര പ്രവർത്തനങ്ങളുടെ ലിങ്കായി ഇന്ത്യയിൽ പ്രവർത്തിച്ചു. നമ്മളതിനെ ആദ്യം ഭീകരതയുടെ ഒരു നിസ്സാര ഭാവത്തിലാണ് കണ്ടത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയെ തകർക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമം, ഈ ശ്രമങ്ങൾക്ക് പാകിസ്ഥാനിലുള്ള ജെയ്ഷെ മുഹമ്മദും അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അൽ ഖ്വയ്ദ, ഐസിസ് പോലെയുള്ള തീവ്രവാദ സംഘടനകളുമൊക്കെ കോർത്തിണക്കി ഒരു വലിയ ഭീകര നെറ്റ്വർക്ക് ഇന്ത്യയിൽ ഇവർ സൃഷ്ടിച്ചെടുത്തിരുന്നു എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് കഴിഞ്ഞ 2-3 ദിവസമായി പൊതുമണ്ഡലം ചർച്ച ചെയ്യുന്നത്. വലിയ വലിയ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. NIA അന്വേഷണ ഘട്ടം ഓരോ പടി മുന്നോട്ട് പോകും തോറും ഭയാനകമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് പിന്നോട്ടേക്കൊന്ന് കടന്നു പോകാം. എല്ലാറ്റിനും ഒടുവിൽ NIA ചില കണ്ടെത്തലുകൾ, NIA മുസമ്മിൽ, ആദിർ, ഡോക്ടർ ഷഹീന ഷെയ്ദ് എന്നിവരുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ തുടങ്ങുന്നത് ഏകദേശം ഒക്ടോബർ 17-18 തീയതിയിലായിരുന്നു. പിന്നീട് ഒക്ടോബർ 20 ഇതിലെ ഡോക്ടർ ഉമർ നബി ഒളിവിലേക്ക് പോകുന്നു. അന്ന് മുതൽ ഈ വൈറ്റ് കോളർ ടെറർ എക്കോസിസ്റ്റത്തിൽപ്പെട്ട ഒരുവിധം കഥാപാത്രങ്ങളെയുമൊക്കെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചിരുന്നു. എന്നാൽ പിന്നീട് പിടികൂട്ടപ്പെട്ടപ്പോൾ മുസമ്മിലിൻ്റെ, ആദിറിൻ്റെ, ഷഹീന സയ്യിദിൻ്റെ ഒക്കെ ഫോണുകളിലെ മുഴുവൻ ഡേറ്റയും അവർ നശിപ്പിച്ചിരുന്നു. അവർ ഉപയോഗിച്ചിരുന്ന പല ഫോണുകളും കാണാതായ അവസ്ഥയിൽ, അവർ ദൂരേക്ക് വലിച്ചെറിഞ്ഞ അവസ്ഥയിലൊക്കെയാണ്. ഉമർ നബിയുടെ ഫോൺ ഒരു പുഴയിലേക്ക് സഹോദരൻ വലിച്ചെറിഞ്ഞ തെളിവ് നശിപ്പിച്ചിരുന്നു. എന്നാൽ NIA ഈ ഫോണുകളൊക്കെ വീണ്ടെടുത്തു. ഈ ഫോൺ വിദഗ്ധ പരിശോധനകൾക്ക് വിധേയമായി നഷ്ടപ്പെട്ട ഡേറ്റ അവർ റിട്രീവ് ചെയ്തു. അങ്ങനെയാണ് മുസമ്മിലിൻ്റെ ഫോണിൽ നിന്ന് 200 വീഡിയോകൾ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. ഇതിൽ 80-ലേറെ വീഡിയോകൾ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട ജെയ്ഷയുടെ തലവൻ, ജെയ്ഷയുടെ കമാൻഡർമാർ ഇവരുടെ നേരിട്ടുള്ള പ്രസംഗങ്ങളാണ്. വളരെയേറെ വീഡിയോകൾ ബോംബ് നിർമ്മാണത്തെക്കുറിച്ചും ഭീകരത എങ്ങനെ സ്ഫോടനങ്ങളിലൂടെ ഭീകരാക്രമണങ്ങൾ നടത്തണം എന്നതിനെക്കുറിച്ചുമൊക്കെയാണ്. അപ്പോൾ കൃത്യമായി മുസമ്മിലിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വീഡിയോകൾ. മറ്റ് ചില വീഡിയോകൾ ആ മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ മേഖലകളിലെ പ്രധാനപ്പെട്ട മതകേന്ദ്രങ്ങൾ, പൊതുസ്ഥലങ്ങൾ, വലിയ വലിയ മാർക്കറ്റ് കേന്ദ്രങ്ങൾ എന്നിവയുടെ മാപ്പിംഗാണ്. അവർ ഓരോ സ്ഥലങ്ങളിലും പോയി വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നു. അങ്ങോട്ടേക്ക് എങ്ങനെ കടന്നെത്താം, അവിടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടിയ ഭാഗം ഏതാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലുണ്ട്. ചുരുക്കത്തിൽ ഒരു ടെറർ മാപ്പിംഗ് അവർ നടത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി നമ്മൾ നേരത്തെ അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യൽ ഇവിടെ നമ്മൾ ഒന്ന് ചേർത്ത് വായിക്കണം. അവിടെയാണ് ഷഹീന സയ്യിദിനെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘത്തിന് ഒട്ടനവധി തെളിവുകൾ ലഭിച്ചത്. മറ്റു കൂട്ടാളികളെ കൂടി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് നടക്കുന്ന പല വിവരങ്ങളും പുറത്തു വന്നത്. മാഡം സർജൻ എന്നാണ് ഷഹീന സയ്യിദ് അറിയപ്പെട്ടത്. അവർ പദ്ധതിയിട്ട് D6 ഓപ്പറേഷൻ, D6 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ച് 6 ഇടങ്ങളിൽ അതിശക്ത സ്ഫോടനങ്ങൾ നടത്തുകയായിരുന്നു. അതിന് നേരിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഷഹീന സയ്യിദ് ഏറ്റെടുത്തത്. അവർ മറ്റൊരു തലത്തിൽ തങ്ങളുടെ ഭീകരപ്രവർത്തനങ്ങളുമായി ഏറെ മുന്നോട്ട് പോയിരുന്നു.
ഈ കഴിഞ്ഞ ദിവസം ഷഹീന സയ്യിദിനെ ചോദ്യം ചെയ്തപ്പോൾ 19 സ്ത്രീകളെക്കുറിച്ചുള്ള വിവരങ്ങൾ. ഇവർ ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിങ് ഇന്ത്യയിൽ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ നിരവധി സ്ത്രീകളെ ഈ ഭീകര ശൃംഖലയിലേക്ക് കണ്ണികളായി ചേർത്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡ്യൂളാണ് 19 വനിതകൾ. ഇവരിൽ പലരും വിവാഹമോചനം നേടിയവർ, 14 മുതൽ 18 വയസ്സ് വരെയുള്ളവർ. അപ്പോൾ ദുർബലകളായ സ്ത്രീകളെ ഇവർ വലവിരിച്ച് ഈ ഭീകര ശൃംഖലയിലേക്ക് ചേർത്തിരുന്നു. വീണ്ടും നമ്മൾ ഇന്നലെ മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരുന്നു. അവരുടെ ലക്ഷ്യം ഈ സ്ത്രീകളെ മനുഷ്യ ബോംബുകളാക്കി ഉപയോഗപ്പെടുത്തലായിരുന്നു. അതിനവർ ഓപ്പറേഷൻ കാഫിർ എന്നൊരു പേര് കൊടുത്തിരുന്നു. ഈ സ്ത്രീകളെ അവരുടെ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് ആകർഷിച്ച് അതിൽ അവരെ വശംവദരാക്കി അതിനുശേഷം ചാവേറുകളാക്കി ഉപയോഗിക്കുക. അപ്പോൾ D6 ഓപ്പറേഷന് വേണ്ടി അവർ കരുതി വെച്ചതാണ് ഡിസംബർ 6 അല്ലെങ്കിൽ ജനുവരി 26 ഇന്ത്യയിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന വലിയ സ്ഫോടന പരമ്പരയ്ക്ക് ഈ വനിതകളെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഈ 19 വനിതകളുടെ മൊബൈൽ ഫോണുകൾ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയ നിലയിൽ ഇവരെക്കുറിച്ച് യാതൊരുവിധ സൂചനയുമില്ല എന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു. മറുവശത്ത് അതേ തലത്തിൽ അൽഫലാസ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. സ്ഥാപകൻ അഹമ്മദ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലാണ്. അയാളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി തെളിവുകളാണ്, അഹമ്മദ് സിദ്ദിഖിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത്. 415 കോടി ഇയാൾ ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അനധികൃതമായി വിദ്യാർത്ഥികളിൽ നിന്ന് പിരിച്ചെടുത്തിരുന്നു. ഈ തുക പിന്നീട് ഇയാളുടെ കുടുംബത്തിൻ്റെ ഷെൽ കമ്പനികളിലേക്ക് മാറ്റി. ഇയാളുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ ഇയാൾ താമസിപ്പിച്ചിരിക്കുന്ന ഗൾഫ് മേഖലയിലാണ്. അവരെ അവിടെ സ്ഥിരതാമസമാക്കി. ഇയാൾക്കറിയാം, കാരണം എന്തെങ്കിലും താൻ പിടികൂടുമെന്നും ഈ സംഭവങ്ങളൊക്കെ പുറത്തു വരുമെന്നും ഇയാൾ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഒരൊറ്റ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റേതായി ഇവിടെയില്ല. എല്ലാവരെയും ഗൾഫിൽ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ പാർപ്പിച്ചിരിക്കുന്നു. ബ്രിട്ടൻ കേന്ദ്രീകരിച്ചായിരുന്നു ഈ സിദ്ദിഖിയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ. പിന്നീട് ഭീകര ഫണ്ടിംഗ് ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിച്ചുവെന്നാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. വലിയ തോതിൽ ഇയാളെ ഇൻട്രോഗേറ്റ് ചെയ്യണമെന്ന് അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 14 ദിവസത്തേക്ക് റിമാൻഡിലയച്ചു. സിദ്ദിഖി അറസ്റ്റിലായി എന്നറിഞ്ഞതിന് തൊട്ടു പിന്നാലെ NIAയുടെ നിരീക്ഷണത്തിലുള്ള ഏകദേശം 10ഓളം വിദ്യാർത്ഥികൾ പൊടുന്നനെ ആ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്രത്യക്ഷരായി. അവരെക്കുറിച്ച് യാതൊരുവിധ വിവരങ്ങളുമില്ല. അപ്പോൾ ഇപ്പോൾ അപ്രത്യക്ഷരായവർ വലിയൊരു ലിസ്റ്റ്, ഏകദേശം 52ഓളം വിദ്യാർത്ഥികൾ, ജീവനക്കാർ, അധ്യാപകർ എന്നിവരെ ചോദ്യം ചെയ്തിരുന്നു. 20ഓളം ഡോക്ടർമാർ, അവരിൽ ഏകദേശം 12ഓളം പേരെ ചോദ്യം ചെയ്തു. നിരവധി പേരെ അറസ്റ്റ് ചെയ്തു. ഈ ഭീകര ശൃംഖലയെ കോർത്തിണക്കിയ കണ്ണി ഇമാം ഇർഫാൻ അഹമ്മദ് ഇപ്പോൾ NIAയുടെ കസ്റ്റഡിയിലാണ്. അയാളിൽ നിന്നാണ് ഇപ്പോൾ ഹൻസുള്ളയിലേക്ക് പോയിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദുമായി നേരിട്ട് ഈ സംഘത്തെ ബന്ധപ്പെടുത്തിയത് ഇമാം ഇർഫാനായിരുന്നു. പക്ഷേ ഇമാം ഇർഫാൻ്റെ കാര്യത്തിൽ 2 റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഒന്ന്, 2022 മുസമ്മിൽ ഷക്കീലാണ് ആദ്യം ഇയാളെ പരിചയപ്പെടുന്നത്. പിന്നീട് ഇയാളും മുസമ്മിൽ ഷക്കീലും ഒരുമിച്ചാണ് ജെയ്ഷയിലേക്ക് തങ്ങളുടെ ബന്ധം എത്തിച്ചത് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരും. നേരത്തെ നമ്മൾ കരുതിയിരുന്നത് ഇമാം ഇർഫാനായിരുന്നു മുസമ്മിലിനെ ജെയ്ഷെ മുഹമ്മദിലേക്ക് ബന്ധപ്പെടുത്തിയത്. എന്തായാലും ജെയ്ഷെ മുഹമ്മദുമായി ഇവർ ബന്ധപ്പെട്ടതിനെ തുടർന്ന് ഇവിടുത്തെ ഭീകരപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മറ്റൊരു കഥാപാത്രത്തെ ഹൻസുള്ളയെ അയക്കുന്നു. പിന്നീട് മുസമ്മിലും ഡോക്ടർ ഉമർ നബിയും അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നു. അതിനു മുൻപ് തുർക്കിയിലേക്ക് എത്തുന്നു. തുർക്കിയിൽ അവരെ സഹായിക്കാൻ ആൾ. പിന്നീട് തുർക്കിയിൽ നിന്ന് അഫ്ഗാനിലെത്തി 2 ആഴ്ച ബോംബ് നിർമ്മാണ പരിശീലനം. അതിനുശേഷം ഇന്ത്യയിലേക്ക് എത്തുന്നു. പിന്നീടുള്ള അവരുടെ ബോംബ് നിർമ്മാണം പരിശീലനമൊക്കെ ഓൺലൈൻ മാർഗത്തിലാക്കുന്നു. ഇതിനിടയിൽ നമ്മൾ മറ്റ് ചില ഭീകര സംഘത്തിൽപ്പെട്ട മറ്റ് ചില ആളുകളെയും കണ്ടുമുട്ടി. ഉമർ നബിയുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട ഒരു കാശ്മീരി ഭീകരനെ കുറിച്ചുള്ള കഥകൾ നമ്മൾ ഇന്നലെ കേട്ടിരുന്നു. അയാൾ ഡ്രോൺ മിസൈൽ നിർമ്മാണങ്ങളിൽ വൈദഗ്ധ്യമുള്ളയാളാണ്. അയാളുടെ ലക്ഷ്യം ഇവർ ആക്രമിക്കാനൊരുങ്ങുന്ന ആ കേന്ദ്രങ്ങൾ കൂടുതൽ ശക്തമായ ആക്രമണത്തിന് വേദിയാക്കുക എന്നാണ്. ചുരുക്കത്തിൽ ഡ്രോൺ വഴി അല്ലെങ്കിൽ ഇവരുടെ ഭീകര സംഘങ്ങൾ ഉപയോഗിക്കുന്ന മിസൈലുകൾ വഴി. അപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത്. പക്ഷേ നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ മികവിൽ മിക്ക തീവ്രവാദികളും അറസ്റ്റിലാക്കപ്പെട്ടു. ആ തീവ്രവാദികളെ സഹായിച്ചിരുന്ന കണ്ണികൾ ഓരോന്നായി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. മറുവശത്ത് ഉമർ നബിയുടെയും മുസമ്മിലിൻ്റെയും ഒക്കെ ഏറ്റവും ഭീകരമായ ഇടപെടലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
ഇന്ത്യ ഭയക്കേണ്ട ഭയാനകമായ കഥകളിലേക്ക് നമ്മൾ ഓരോ ദിവസവും കടന്നെത്തുകയാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ വിചാരിച്ചു ഈ പഹൽഗാമിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒരു പകയായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ചെങ്കോട്ട ആക്രമണവും അല്ലെങ്കിൽ ഇവർ ഇത്തരത്തിൽ മെനഞ്ഞത് എന്നുള്ളത്. പക്ഷേ വരുന്ന സൂചനകളല്ല, 2020 മുന്നേ തന്നെ ഇവർ ചുരുക്കു കൂട്ടിയിരുന്നു. ഈ ഒരു ശൃംഖല വിപുലീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇത്തരത്തിലുള്ള കണ്ണികൾ കുറേശ്ശെ ഈ അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പഹൽഗാം അല്ല ആദ്യമേ അവരുടെ ലക്ഷ്യം. ഒരുപക്ഷെ മൊത്തത്തിൽ നേരത്തെയൊക്കെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇന്ത്യ മുഴുവനായി ചുട്ടിരിക്കാനുള്ള ശൃംഖലയെ ഇന്ത്യക്കകത്ത് തന്നെ രൂപീകരിക്കുക എന്നുള്ളതല്ലേ? അല്ല, നമ്മളിതിൻ്റെ സംഭവങ്ങളിലേക്ക് അടക്കുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഒരു മുൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, അയാൾ അഹമ്മദാബാദ് ഉൾപ്പെടെ നിരവധി ഗോരഖ്പൂർ സ്ഫോടനങ്ങളിലൊക്കെ പങ്കെടുത്ത തീവ്രവാദിയാണ്. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരുന്നു. അയാൾ തീവ്രവാദ ആക്രമണങ്ങൾ തുടരുന്നത് 2018 മുതലാണ്. 2018-19 നമ്മൾ തീവ്രവാദ ആക്രമണങ്ങളെക്കുറിച്ച് കേട്ടു. 2021 മുതൽ ഈ ഭീകര ശൃംഖല ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. പഹൽഗാം ഒരു പക്ഷേ ഈ ശൃംഖലയിൽപ്പെട്ട ഒരു കൂട്ടം തീവ്രവാദികളുടെ ഇന്ത്യക്കെതിരെയുള്ള ആക്രമണമായിരിക്കാം. ഹമാസ് മോഡൽ ആക്രമണങ്ങൾ കാരണം പദ്ധതിയിട്ട് നമ്മൾ വാർത്തകളിൽ വായിച്ചു. ഈ ഹമാസ് മോഡൽ ആക്രമണങ്ങളുടെ ഭാഗമായിരുന്നു പഹൽഗാം, പിന്നീട് ഡൽഹിയിലെ ചെങ്കോട്ട. ഈ D6 എന്നുദ്ദേശിക്കുന്ന ആക്രമണ പദ്ധതികളിലും അവർ ഉദ്ദേശിച്ചിരുന്നത് ഹമാസ് മോഡൽ ആക്രമണങ്ങളുടെ ഒരു ഹമാസ് മോഡൽ എന്ന് പറയുമ്പോൾ ഒരു നിഷ്ഠൂരമായ ആളുകളെ കൊന്നൊടുക്കുക, മറ്റുള്ളവരെ ഇന്ത്യക്കാരെ കൊന്നൊടുക്കി ഒരു ഭീതി വിതയ്ക്കുക, അതിന് മതപരമായ ചില പരിവേഷം ചാർത്തി അതിൻ്റെ വർഗീയ തലത്തിലുള്ള ആളിക്കത്തലുകൾ കൂടുതൽ സ്ഫോടനാത്മകമാക്കുക, അങ്ങനെ ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ലിനെ തകർക്കുക, ഇന്ത്യയെ കൂടുതൽ തളർത്തുക. ഇതായിരുന്നു ഈ ഭീകര സംഘങ്ങളുടെ ലക്ഷ്യം. അവിടെയാണ് നമ്മൾ പഹൽഗാമിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടിച്ചത്. ഡൽഹി ചെങ്കോട്ട ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആ ഭീകര ക്യാമ്പിൻ്റെ അടിവേരിറക്കുന്നതിൽ ഇന്ത്യ എത്തിയത്. എന്നാൽ 10 ദിവസം നൂഹിൽ ഒളിച്ച് പിന്നീട് 1-ാം തീയതി അതിരാവിലെ ഡൽഹിയിലേക്ക് തിരിച്ച ഉമർ നബിയുടെ കഥ നമ്മൾ വായിച്ചു. കാരണം അയാളുടെ ഒരു ആക്രമണത്തിൻ്റെ ലക്ഷ്യം നവംബർ 10-ാം തീയതി ആയിരുന്നല്ലോ ഇയാൾ ഡൽഹി ചെങ്കോട്ടയിൽ നടത്തിയ വൻ ആക്രമണം. അതിന് തൊട്ട് മുൻപ് 10 ദിവസം ഇയാൾ നൂഹിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ചുരുക്കത്തിൽ ഇന്ത്യ ഭയക്കേണ്ട വലിയൊരു ഭീകര ശൃംഖല നമ്മുടെ രാജ്യത്ത് വലവിരിച്ച് കിടന്നിരുന്നു, അല്ലെങ്കിൽ വലവിരിച്ച് വളർന്നിരുന്നു. അവരെ നിർജ്ജീവമാക്കാൻ നമുക്ക് കഴിഞ്ഞു. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പക്ഷേ നിർജ്ജീവമാക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ എത്രയൊക്കെ ശൃംഖലകൾ ഇത് വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. എൻഐയുടെ അന്വേഷണം അത്രമേൽ ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ശൃംഖലയിൽപ്പെട്ട അവസാനത്തെ കണ്ണിയെ വരെ ഒരുപക്ഷെ കണ്ടെത്താൻ സാധിക്കും. ഒരു യൂണിവേഴ്സിറ്റി പോലും ടെററിസത്തിൻ്റെ സെൻ്ററായി, യൂണിവേഴ്സിറ്റി ഓഫ് ടെറർ എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും വിലയിരുത്തുന്നത്. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവിടുത്തെ ഡോക്ടർമാർ, അവിടെ പല വിധത്തിൽ സഹകരിക്കുന്നവർ, ഇവരെയൊക്കെ കോർത്തിണക്കി വലിയൊരു ടെററിസ്റ്റ് നെറ്റ്വർക്ക് ഒരു യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് കാര്യങ്ങൾ. എന്തായാലും ഈ ഭീകരതയുടെ അടിവേരിറക്കാൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് കൂടുതൽ ശക്തി കൈവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വളരെ സ്ഫോടനാത്മകമായ വാർത്തകൾ തന്നെയാണ് ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത്. നന്ദി സർ. നന്ദി, നമസ്കാരം.